വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി AK ബാലൻ മാറിയെന്ന് സുധാകരനെ പാൻഡൂരി ക്യാമ്പസിലൂടെ നടത്തി ലക്ഷണമൊത്ത അടിമയാണ് ഇപ്പോൾ ബാലൻ. നേർക്കുനേർ നിൽക്കുവാനുള്ള ധൈര്യം വിജയനോ ബാലനോ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. ബ്രണ്ണൻ കോളേജിൽ വെച്ച് നടന്ന രാഷ്ട്രീയ പോരാട്ടത്തെ പറ്റി KPCC അധ്യക്ഷൻ K സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ തമ്മിൽ പറഞ്ഞ് ചില വാർത്തകൾ രൂപപ്പെട്ടിരുന്നതാണ്. ബ്രണ്ണൻ കോളേജ് അടക്കി ഭരിച്ചിരുന്നത് പിണറായിയാണ് എന്ന് മുഖ്യമന്ത്രി ആദ്യം പറയുമ്പോൾ പിണറായി അവിടെ വെറും പിണമായിരുന്നു എന്ന തരത്തിലേക്കുള്ള വാദമായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരൻ ഉയർത്തിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രത്യേക ആക്ഷനൊക്കെ വലിയ ആക്ഷേപത്തിന് ഇടയായി മാറുകയുണ്ടായി. ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ മുൻ മന്ത്രി AK ബാലൻ രൂക്ഷമായ ചില വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ AK ബാലൻ ഇപ്പോൾ അതേ നാണയത്തിൽ മറിച്ചൊരു മറുപടി നൽകിയിരിക്കുകയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ. മുൻ മന്ത്രി AK ബാലനെതിരെ രൂക്ഷമായ വിമർശനവുമായി KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി AK ബാലൻ മാറിയെന്ന് സുധാകരൻ പറയുകയുണ്ടായി. സുധാകരനെ പാൻഡൂരി ക്യാമ്പസിലൂടെ നടത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ ചില നേതാക്കൾ അതിന് സാക്ഷിയാണെന്നും കഴിഞ്ഞ ദിവസം ബാലൻ പറഞ്ഞിരുന്നു. ഇതിലാണ് സുധാകരന്റെ പ്രതികരണം. പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ പെടാപ്പാട് നടത്തുകയാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നുവെന്നും ബ്രണ്ണൻ കോളേജിലെ എല്ലാവർക്കും അറിയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി മുൻമന്ത്രി AK ബാലൻ മാറിയത് ദയനീയമായ കാഴ്ചയാണ്. CPMന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ പേരിൽ നായ മോങ്ങുന്നത് പോലെ മോങ്ങിയ ബാലന്റെ ചിത്രം രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ നടത്തുന്ന പെടാപ്പാട് ഒരു പഴയകാല സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ആ സ്ഥാനമോഹം K സുധാകരന്റെ ചിലവിൽ വേണ്ട എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പിണറായി വിജയന്റെ മകൾ അഴിമതി കേസിൽ പെടുമ്പോഴും പിണറായി വിജയന്റെ സംഘപരിവാർ ബന്ധം പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോഴും ആദ്യം ഓടിയെത്തി ന്യായീകരിച്ച് പിച്ചും പേയും പുലമ്പി വിഷയം മാറ്റുന്ന ലക്ഷണമൊത്ത അടിമയാണ് ഇപ്പോൾ ബാലൻ എന്ന് K സുധാകരൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമർഷം വ്യക്തമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന മന്ത്രിപദങ്ങൾ വരെ എത്തിയത് സ്വന്തം കഴിവുകൊണ്ടല്ല, പിണറായിയുടെ ഔദാര്യം കൊണ്ടാണെന്ന് കരുതി സ്വയം അധപ്പതിക്കുകയാണ് ബാലൻ. K സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നുവെന്നും ബ്രണ്ണൻ കോളേജിലെ ചുവരുകൾക്കും കോണിപ്പടികൾക്കും മാത്രമല്ല രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള സർവ്വലോക മലയാളികൾക്കും അറിയാമെന്നും അദ്ദേഹം പറയുന്നു. സുധാകരൻ്റെയോ അന്നത്തെ KSU നേതാക്കളുടെയോ നിഴലിൽ പോലും നേർക്കുനേർ നിൽക്കുവാനുള്ള ധൈര്യം വിജയനോ ബാലനോ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ആ കോളേജിൻ്റെ ചരിത്രമാണ്. ഈ പ്രായത്തിൽ പഴയ വീരസ്യങ്ങൾ വിളമ്പുന്ന ബാലിശമായ പ്രവൃത്തികളിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ബാലന്റെ തീവ്രത കൂടിയ ജ്വൽപ്പനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവഗണിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ, അപ്പോൾ കൃത്യമായി മറുപടി പറയാം. യജമാനന് വേണ്ടി വഴിയിൽ നിന്ന് കുരയ്ക്കുന്ന അടിമ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമ്പോൾ മാറിക്കിടന്ന് ഉറങ്ങിക്കോളും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ വിസർജ്യങ്ങൾ എറിയാതിരുന്നാൽ അടിമയ്ക്ക് നല്ലതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ അവസാനിക്കുകയാണ് K സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുറച്ച് കടന്നുപോയില്ലേ രണ്ടുപേരുടെയും വിമർശനങ്ങൾ എന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് KPCCയുടെ അധ്യക്ഷനായ K സുധാകരനെ പാൻഡൂരി ക്യാമ്പസിലൂടെ നടത്തിയെന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ AK ബാലൻ പറയുമ്പോൾ വായിലൂടെ വിസർജിക്കുന്ന വെറും അടിമ മാത്രമാണ് AK ബാലൻ എന്ന തരത്തിലേക്കുള്ള മറുപടി K സുധാകരൻ നൽകുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ ചിന്തകളും നിരീക്ഷണങ്ങളും പോകുന്നത് എന്ന ചോദ്യവും ജനങ്ങൾ ഉയർത്തുന്നു.